ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ ചെമ്പേരി ടൗണിൽ ഒരു 3 കിലോമീറ്റർ അകലത്തിൽ ഈ കാണുന്ന ഒരു മുതൽ 2600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീടും 2 ഏക്കർ 30 സെന്റ് സ്ഥലവും ഭാവിയിൽ പ്ലോട്ടുകളൊക്കെ ആക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി കീട്ടിലെ മുതൽ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വീടോ സ്ഥല പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോളേ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ ജില്ലയിൽ ചെമ്പേരി ഒരു 3 കിലോമീറ്റർ അകലത്തിൽ കരിവള്ളേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ പ്ലോട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് നമുക്ക് എരുവേശി പഞ്ചായത്താണ്, അതുപോലെ തന്നെ വില്ലേജ് വരുന്നത് ചെമ്പേരിയാണ്, പിന്നെ തളിപ്പറമ്പ് താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലം കേട്ടോ. ഇനി നമുക്ക് വരാനുള്ള വഴി സൗകര്യം കൂടി ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ പോയേക്കാം. അപ്പോൾ ഞങ്ങൾ വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. അതാണ് ഈ റോഡ് വരുന്നത് നമ്മൾ ചെമ്പേരിയിൽ നിന്ന് വരുന്ന റോഡാണ്. അവിടെ ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ. അതായത് നമുക്ക് ചെമ്പേരിയിൽ നിന്ന് വരാം, അതുപോലെ തന്നെ നമുക്ക് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തുനിന്നും വരാം. അവിടുന്ന് ഏകദേശം വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തുനിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് അല്ലേ? അതെ. പിന്നെ ടാറിംഗ് റോഡാണ്, ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമ്മൾ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കരിവള്ളേരി എന്നാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെമ്പേരിയിലോട്ട് തന്നെയാണ് ചെന്നെത്തുക. പിന്നെ അടുത്ത് അങ്ങനെ ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളുണ്ട്, അയൽവാസികളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ വീടുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിൽ ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട് അല്ലേ? അപ്പോൾ ഈ കാണുന്ന വഴിക്കാണ് നമ്മൾ പ്ലോട്ടിനകത്തോട്ട് പോകേണ്ടത്. നമ്മളെ വീടിന്റെ മിറ്റം വരെ ചെല്ലുന്ന വഴിയാണ്. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും പ്ലോട്ടിനോട് ചെല്ലാനുള്ള വഴി സൗകര്യം ഉണ്ട്. വീടിന്റെ മിറ്റം വരെ ഫുള്ള് ഇന്റർലോക്ക് എല്ലാം ചെയ്ത് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട്. ബൈക്ക്, ലോറി എന്ന് വേണ്ട ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിന്റെ മിറ്റം വരെ വരാനുള്ള റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ റോഡ് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ ഹൗസ് പ്ലോട്ടായിട്ട് കൊടുക്കാനും പറ്റും. അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം. അതെ. മുമ്പ് നമ്മളൊരു പ്ലോട്ടിനകത്ത് നമ്മൾ പ്ലോട്ടിൽ വരുമ്പോൾ ഈ ഒരു സൈഡിൽ മുമ്പ് നമ്മൾ പ്ലോട്ടിനകത്ത് ഈ ഒരു സൈഡിൽ റബ്ബറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞപ്പോൾ പുതിയ റബ്ബർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. 105 ഇനത്തിൽ പെട്ടിട്ടുള്ള 125ഓളം റബ്ബർ തൈകളാണ് വെച്ചിട്ടുള്ളത്. ഈ വർഷം വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി റബ്ബറുകളാണ്. എല്ലാം മണ്ണുള്ള സ്ഥലം തന്നെയാണ്. വെട്ടുകല്ലോ കരിങ്കല്ലുള്ള സ്ഥലങ്ങളൊന്നും അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും അല്ല. എന്ത് കൃഷിക്കും പറ്റിയ നല്ല കിടില നല്ല മണ്ണുള്ള ഫലഭൂഷ്ടിയുള്ള മണ്ണ് തന്നെയാണ്. നമ്മളൊരു പ്ലോട്ടിലോട്ട് കണ്ണൂരിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു 48 കിലോമീറ്റർ ദൂരമാണ്. നമ്മളൊരു ചെമ്പേരി ടൗൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ടൗൺ നമുക്ക് ശ്രീകണ്ഠപുരമാണ് വരുന്നത്. അങ്ങോട്ട് ഒരു 10 കിലോമീറ്റർ, അതുപോലെ ഇരിട്ടിക്ക് ഒരു 26 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ തളിപ്പറമ്പ് എന്നൊക്കെ വരുമ്പോൾ ഒരു 30 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ തന്നെ മിറ്റെല്ലാം ഫുള്ള് ഇന്റർലോക്കെല്ലാം ചെയ്താലും നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട് എന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. നല്ല കിടിലൻ നല്ല അടിപൊളി മോഡലിൽ പണിതൊരു വീടാണ്. മൊത്തം 3 ബെഡ്റൂമുള്ള ഒരു വീടാണ്. വീടൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിനുള്ള കിണർ കാണിച്ചു കൊടുക്കുക. അതാണ് വീടിന്റെ ഫ്രണ്ട് തന്നെ മിറ്റത് കിണറാണ് ഈ കാണുന്നത്. വറ്റാത്ത വെള്ളമാണ്, ഫുൾ ടൈം വെള്ളം ഉണ്ടാവും, വേനൽക്കൊന്നും പറ്റൂല കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഇല്ല. മൊത്തം 2100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീടാണ്. വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ള നല്ല കിടിലൻ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് അടുത്തത് കാണേണ്ട ഇങ്ങോട്ട് വരും, നമുക്ക് വീട് കാണാം. അതിന് മുന്നേതാക്കണേ നമ്മളെ പറമ്പിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ജാതി എല്ലാം ഉണ്ട്. ജാതി തൈ ഏകദേശം ഒരു 15ഓളം ജാതികളുണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കേട്ടോ. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന ജാതികളാണ്. കണ്ടില്ലെങ്കിൽ നല്ല കിടിലൻ ജാതി മരങ്ങളാണ്. പിന്നെ നമുക്ക് പറമ്പിൽ ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിനുള്ള മെഷീൻ പെരയും കൂടി ഉണ്ട്. അതാക്കണം മെഷീൻ പെര അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ മെഷീൻ പെര തന്നെയാണ്. 2 മെഷീനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് ഷീറ്റെല്ലാം പുകയിടാനുള്ള പുകപ്പരയും കൂടി ഉണ്ട്. അതാക്കുന്നതാണ് പുകപ്പര. 1500ഓളം ഷീറ്റുകൾ പുകയിടാനുള്ള പുകപ്പരയാണ്. അത്യാവശ്യം വലിയ പുകപ്പരയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പ്ലോട്ടിനകത്ത് നമുക്ക് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളീ ഒരു പ്ലോട്ടിനകത്ത് കുറച്ച് റബ്ബറുകളുണ്ട് നമുക്ക് കുറച്ച് താഴെ ഭാഗത്തായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം ഒരുവിധം ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് പ്ലോട്ടുകളായിട്ട് മുറിച്ച് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടി നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡ് വഴി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ നമുക്ക് സൈഡ് വഴി ഒരു റോഡാക്കി കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങനെ തലയ്ക്ക് വരെ റോഡാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്ലോട്ടുകളാക്കി മുറിച്ച് കൊടുക്കാൻ പറ്റും. ആ ഭാഗം നമുക്ക് റബ്ബറുള്ള ഭാഗം നമുക്ക് കുറച്ചായിട്ട് പോയി കാണാം. അപ്പോൾ നമുക്ക് വീട് പോയി കാണിച്ചു കൊടുക്കല്ലേ? നമുക്ക് ആയിക്കോട്ടെ. അപ്പോഴേ ഇനി നമുക്ക് വീട് കാണട്ടോ. അതാണ് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ മോഡലിൽ നല്ലൊരു ഡിസൈനിൽ ഉണ്ടാക്കിയിട്ട് നല്ല സൂപ്പർ വീടാണ്. വീട് വന്ന് കണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതാണ് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഫുള്ള് ഓപ്പൺ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലോട്ടൊക്കെ വരുമ്പോഴാണെങ്കിലും നോക്കി ഞങ്ങൾ നല്ല കളർ ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. അതുപോലെ തന്നെ നമുക്ക് ഫുള്ള് ചാരുപടിയിലുണ്ട്. 2 സൈഡിലും ചാരുപടിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. നല്ലൊരു സ്റ്റൈലിലാണ് നമ്മളൊരു വീടിൻ്റെ വർക്ക് ഫുള്ള് കഴിപ്പിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമുക്കൊന്ന് പുറത്തോട്ട് നോക്കി കഴിഞ്ഞാലാണെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഫുള്ള് കാണുകയും ചെയ്യാം. എന്താ പറയുക നല്ല സ്റ്റൈലാണ് നമ്മളെ വീടിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഫുള്ള് ലൈറ്റും സിസ്റ്റവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ വണ്ടികളൊക്കെ നേരെ പോർച്ചിലോട്ട് തന്നെ കൊണ്ടുപോയി നിർത്താനുള്ള വലിയ പോർച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നേരെ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് കയറി വരികയും ചെയ്യാം. പിന്നെ മിറ്റത്താണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട്. മിറ്റൊക്കെ ആണെങ്കിലും ഫുള്ള് ഇൻ്റർലോക്കെല്ലാം ചെയ്ത് വണ്ടികളൊക്കെ നേരെ നമുക്ക് മിറ്റത്തോട്ട് തന്നെ വരാനുള്ള വഴി സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് നോക്കട്ടോ.
അപ്പോൾ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്, ഡബിൾ ഡോറാണ്. ഫുള്ള് മരത്തിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ വർക്കും കഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ജനൽ, വാതിൽ, കട്ടിൽ എല്ലാ സാധനങ്ങളും ഫുള്ള് മരത്തിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അകത്തോട്ടും കൂടി ഒന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കിയാണ് നിങ്ങൾ. ഇതാണ് നമ്മളെ വീടിൻ്റെ ഹാൾ കേട്ടോ. ഹാളിലോട്ടൊക്കെ വരുമ്പോൾ നല്ല സ്റ്റൈലാണ് കാണാൻ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണുന്ന രൂപക്കൂടാണ്. കയറി നോക്കി രൂപക്കൂടിൻ്റെ ഈ ഒരു സൈഡിൽ ഈ ഒരു ഭാഗത്തെല്ലാം ഫുള്ള് എന്താ പറയുക, ഫുള്ള് വുഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് ഡ്രോയിങ് കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഹാളിലൊക്കെ നല്ല സൗകര്യമുള്ള ഹാളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ലൊരു മോഡലാണ് വീടിൻ്റെ എല്ലാ വർക്കും കഴിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വുഡ് ആൻഡ് കളറുള്ള നല്ല ഭംഗിയുള്ള ടൈലാണ് മൊത്തത്തിലാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് 3 കള്ളി ജനലെല്ലാം വരുന്നുണ്ട്. എനിക്ക് നല്ല ഭംഗിയുള്ള വീട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വേണമെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് പോർച്ചിൻ്റെ ആ ഒരു ഭാഗത്തോട്ടൊരു സിംഗിൾ ജനലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു വീടിന് മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. ഇനി റൂമുകളൊക്കെ ഓരോന്നായിട്ട് കാണാൻ നമുക്ക് കേട്ടോ. അപ്പോൾ ആദ്യത്തെ റൂം വരുന്നത് നമുക്ക് ഹാളിൽ നിന്ന് ഈ ഒരു സൈഡിലോട്ടാണ് ഫസ്റ്റ് റൂം വരുന്നത്. അപ്പോൾ ഈ റൂമും കൂടി ഒന്ന് കാണാം. ഇതാ ഡോറൊക്കെ ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ. ഫുള്ള് മരം തന്നെയാണ് ഡോറൊക്കെ വരുന്നത്. ഇനി വരെ നമുക്ക് റൂം കാണാം. അപ്പോൾ റൂമിലോട്ട് വരുമ്പോൾ നല്ല സ്ഥല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 2 സൈഡിലും റൂമിൻ്റെ ഈ സൈഡിലും അതുപോലെ ഈ സൈഡിലും 3 കള്ളി ജനലെല്ലാം വരുന്നുണ്ട്. റൂമിലോട്ട് നന്നായിട്ട് വെളിച്ചം കിടക്കുന്ന രീതിയിലാണ് ജനലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ റൂഫൊക്കെ കണ്ടില്ലെങ്കിൽ ഫുള്ള് നല്ല എന്താ പറയുക, ഫുള്ള് നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈറ്റെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. സീലിംഗ് എല്ലാം ചെയ്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ റൂമിൻ്റെ ടൈല് വേറെ കളറിലുള്ളൊരു നല്ല ഭംഗിയുള്ള ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയും വരുന്നുണ്ട്. ഇതാണ് നമ്മളെ ഈ റൂമിൻ്റെ ബാത്റൂം വരുന്നത് കേട്ടോ. ബാത്റൂം ആണെങ്കിലും നല്ല കളറുള്ള ടൈലും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല എന്താ പറയുക, നല്ല കമ്പനി മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്, ക്വാളിറ്റി മെറ്റീരിയലൊക്കെയാണ് ബാത്റൂമിൻ്റെ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനി അടുത്ത റൂമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്തോട്ടാണുള്ളത്. ഇനി അതൊക്കെ ഒന്ന് കാണാം. നമുക്ക് വീട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കാതെ പോകൂല, അങ്ങനത്തെ ഒരു മുതൽ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ വാളെല്ലാം ചെയ്തിട്ടുണ്ട്, നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു ഡൈനിങ് ഏരിയ ആയിട്ടാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട്. ഈ ഒരു ഭിത്തിൻ്റെ ഈ സൈഡെല്ലാം ഫുള്ള് വുഡിലാണ് ഫുള്ള് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് TV യൂണിറ്റ് എല്ലാം ഈ ഒരു ഭാഗത്താണ് സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ആ ഒരു സൗകര്യത്തിന് ഇവിടെയാണ് ഡൈനിങ് ടേബിളെല്ലാം ഈ ഒരു ഭാഗത്താണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ ആ ഒരു ഭാഗത്താണ് കിച്ചൺ വരുന്നത്. ആ ഒരു റൂം ആ ഭാഗത്താണ്. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിന് മുന്നേ നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്ത് TV ഒക്കെ കണ്ടിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ മുകളിലോട്ട് നോക്കിയാൽ ഫുള്ള് സീലിംഗ് വർക്കെല്ലാം നല്ല സ്റ്റൈലായിട്ടാണ് ചെയ്തത്. മൊത്തം ലൈറ്റെല്ലാം പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസിൻ്റെ ഡോറും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ടുള്ള ഒരു കാറ്റും വെളിച്ചെല്ലാം കിട്ടുകയും ചെയ്യും. ഇവിടെയൊക്കെ ഫുള്ള് നല്ല എന്താ പറയുക, ഒരു പാർട്ടീഷൻ വാൾ പോലെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത റൂം കാണാം. ഇനി നമ്മൾ രണ്ടാമത്തെ റൂം വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടാണ് രണ്ടാമത്തെ റൂം വരുന്നത്. ഇനി അതൊന്ന് കാണാം നമുക്ക്. ഇടുവാ അപ്പോൾ ഒന്ന് നോക്കി. റൂം നല്ല സൗകര്യമുള്ള റൂമാട്ടോ. ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച കിട്ടുന്നതിന് വേണ്ടി ഒരു 3 കള്ളി ജനലെല്ലാം വലിയ ജനലെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് മൊത്തത്തിൽ റൂഫൊക്കെ ഫുള്ള് നീറ്റാണ്, എവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ റൂം. റൂമിൻ്റെ 2ൻ്റെ ഒരേ കളർ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇതാണ് ഈ റൂമിൻ്റെ ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഒക്കെ ടൈലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല കളറുള്ള ടൈലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ റൂം. ഇനി അടുത്ത നമ്മളെ മൂന്നാമത്തെ റൂം കാണാം നമുക്ക്. മൂന്നാമത്തെ റൂം നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയാണുള്ളത്. ഈ റൂമാണെങ്കിൽ നമുക്ക് നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. ഈ റൂമിന് വലിയ ഷെൽഫും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വലിയ ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള റൂമിന് കേട്ടോ. ഒരേ കളർ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെ കണ്ട അതേ കളർ ടൈൽ തന്നെയാണ്. പിന്നെ ഡോറൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫുള്ള് മരത്തിൻ്റെ കേട്ടോ. നല്ല സിമ്പിൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള വർക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ഇനി ഞങ്ങൾ ലേഡീസിന് ഏറ്റവും മെയിനായിട്ട് കണ്ട കിച്ചണാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഓപ്പൺ കിച്ചണാണ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ കിച്ചണിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ ആണെങ്കിലും നല്ല സ്ഥല സൗകര്യമുണ്ട്. ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള ഒരു പാതകവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് എല്ലാം ആക്കിയിട്ടുണ്ട്, ഡ്രോയെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ചിമ്മിനെല്ലാം ഉണ്ട്. അതുപോലെ പൊടികളോ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ള ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഡ്രോയെല്ലാം ആക്കിയിട്ടുണ്ട്, ഷെൽഫെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഭിത്തിയെല്ലാം ഫുള്ള് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ അതുകൊണ്ട് നമുക്ക് എണ്ണ അല്ലെങ്കിൽ ചെളി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് മിക്സി എല്ലാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിനുള്ള
എല്ലാം സ്വിച്ച് ബോർഡും സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ ഒരു ഭാഗത്തോട്ടാണെങ്കിൽ ഇനിയിപ്പോൾ കറണ്ട് അടുപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്ലഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പാത്രം കഴുകാനുള്ള സൗകര്യമുണ്ട്. പുറത്തോട്ടൊരു 3 കള്ളി ജനൽ വരുന്നുണ്ട് പുറത്തോട്ടുള്ള വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഫ്രിഡ്ജെല്ലാം വെക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഈ ഒരു ഭാഗത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഷെൽഫെല്ലാം ആക്കിയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ അത്യാവശ്യം നല്ല സൗകര്യത്തിനാണ് ഇവിടെയും ഷെൽഫെല്ലാം ആക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു അടുക്കളയിൽ നിന്ന് ഈ ഒരു കിച്ചണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് വർക്ക് ഏരിയ ഉള്ളത്. വർക്ക് ഏരിയയിലോട്ട് വരാണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വിറകടുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആലുവ അടുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല പാതമൊക്കെ ആണെങ്കിൽ നല്ല സ്ഥല സൗകര്യമെല്ലാം ഉണ്ട് കേട്ടോ. വിറകെല്ലാം വെക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പാത്രമെല്ലാം കഴുകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് ഗ്രില്ലെല്ലാം ഇട്ട് നല്ല സെറ്റാക്കിയിട്ട് അടച്ചുറപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു വർക്ക് ഏരിയയിലുള്ള ടൈലും അതുപോലെ ഈ ഒരു അടുക്കളയത്തെ ടൈലും ഒരേ കളർ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളതല്ലേ. രണ്ടും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമാണ്. മൊത്തത്തിൽ വന്ന് കണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇനി ഇത്രയ്ക്കാണ് നമ്മളെ ഈ ഒരു വീടിൻ്റെ മൊത്തത്തിലൊരു ഡീറ്റെയിൽ പറഞ്ഞാൽ. പിന്നെ നമുക്ക് അടുത്തത് ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് ഏരിയ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഫുള്ള് നല്ല വലിയ മിററും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് എല്ലാം ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലൊരു സെറ്റ് ആക്കിയിട്ടുണ്ട്. വീട് നല്ലൊരു മോഡൽ കിഡിലെ സ്റ്റൈലാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ എല്ലാ വർക്കും കഴിച്ചിട്ടുള്ളത് കേട്ടോ. വന്ന് കണ്ടുകഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല സൂപ്പർ വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തുനിന്നുള്ള സൗകര്യങ്ങൾ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞില്ല. ഇനി നമുക്ക് പുറത്തോട്ട് പോയിട്ട് പറമ്പിൽ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളതെന്ന് പോയിട്ട് കാണാട്ടോ. പോയി നോക്കാം നമുക്ക്. അപ്പോളേ ഇനി നമുക്ക് പുറത്ത് പറമ്പിൽ എന്തൊക്കെ സംഭവങ്ങളുള്ളതൊക്കെ ഒന്ന് കാണാൻ പോകട്ടോ. അത് കാണാൻ പോണേന് ഈ ഭാഗത്തുനിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെ, വീടിന്റെ ഏത് ഭാഗത്ത് നോക്കി കഴിഞ്ഞാലും വീട് നല്ല അടിപൊളി തന്നെയാണ് അല്ലേ. അതെ, ഇനി പറമ്പ് കാണാൻ പോണേ മുന്നേ നമ്മളെ വീടിന്റെ മിറ്റത്തിന്റെ ഈ സൈഡ് വഴി നമുക്ക് ഗാർഡനെല്ലാം സെറ്റ് ആക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ടോ. ഈ ഒരു ഭാഗത്തെല്ലാം ഫുള്ള് ചെടികളൊക്കെ നടാൻ ഈ ഒരു വീടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഗാർഡൻ പുല്ലൊക്കെ വെച്ചിട്ട് നല്ല സെറ്റ് ആക്കാനും പറ്റില്ലേ. അതെ, ഇനിയിപ്പോൾ വേനൽക്കെല്ലാം ചെടികളൊക്കെ നനയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സ്പ്രിംഗ്ലറും കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് മൊത്തത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് വഴിയാണെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ തൈകളെല്ലാം നട്ടിട്ടുള്ളതാണ്. റംബൂട്ടാൻ്റെ തൈയാണ് ഈ നട്ടിട്ടുള്ളത്. അതുപോലെ ഇവിടെ നെല്ലിയുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ ആണെങ്കിലും അങ്ങോട്ട് മാവെല്ലാം ഉണ്ട്. അതുപോലെ ഒരുപാട് തൈകൾ ഈ ഒരു ഭാഗത്ത് ഫുള്ള് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജാതി തൈയാണ് ഈ കാണുന്നത്. മാവ് കണ്ടില്ലേ, മാവൊക്കെ അത്യാവശ്യം നല്ല കായ്ക്കണം മാവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് പറമ്പിൽ മൊത്തത്തിൽ ആ ഒരു സൈഡ് മൊത്തത്തിലൊന്ന് പോയിട്ട് കാണാം. നമ്മൾ ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ട് ഏകദേശം ഒരു 7 വർഷം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അതെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വിൽക്കാൻ വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച വീടല്ല. അതെ, അത് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ബോധ്യപ്പെടും കേട്ടോ. വീടിൻ്റെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കാണട്ടോ. വീടിൻ്റെ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല കായ്ക്കുന്ന നല്ല പെട്ടെന്ന് കായ്ക്കുന്ന ബഡ് മാവൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നട്ടിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നെല്ലിയാണ് ഈ കാണുന്നത്. ഈ ഒരു സൈഡിലും വേണമെങ്കിൽ നമുക്ക് ചെടികളൊക്കെ നടാനുള്ള സ്ഥല സൗകര്യം ഉണ്ടോ. ഈ ഭാഗത്ത് അതിനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ആപ്പിൾ ചാമ്പക്കേൻ്റെ മരമാണ് ഈ കാണുന്നത്. ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാ വക സാധനങ്ങളും ഉള്ളിൽ നിന്ന് കാണിച്ചു തന്ന ഒരു പാർട്ടീഷൻ വാൾ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇത് കുറച്ച് ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതെ, പിന്നെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നമ്മളിപ്പോൾ കയ്പുള്ള സാധനങ്ങൾ കഴിച്ചാൽ ഈ ഒരു കായ തിന്നു കഴിഞ്ഞാൽ മധുരമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ സാധനമാണ് ഈ കാണുന്നത്. നമ്മളെ വീടിന്റെ ബാക്ക് സൈഡ് എന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുക്കളേൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു സൈഡാണ് ഈ കാണുന്നത്, ബാക്ക് സൈഡ്. പിന്നെ റംബൂട്ടാൻ്റെ മരമാണ് ഈ കാണുന്നത്. ഫ്രൂട്ട്സ് ഐറ്റംസ് ഒരുപാട് സാധനങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നനയ്ക്കാനും വേണ്ടി അവിടെയും സ്പ്രിംഗ്ലർ മൊത്തത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് നമുക്ക് പറമ്പിലോട്ടൊന്ന് പോയിട്ട് കാണാം. പറമ്പിലോട്ട് നമ്മൾ വരുമ്പോൾ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിടക്കുക. എവിടെയും കാടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിക്ക് നോക്കണം പറമ്പാട്ടോ. പിന്നെ ഇതാക്കണം കുരുമുളക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ മരത്തെ കൂടെയും കുരുമുളകെല്ലാം പൊടിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ കായ്ക്കുന്നുണ്ട് കണ്ടില്ലേ. എല്ലാത്തേലും കായെല്ലാം പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഫുള്ള് ഇതാണ് ഇതേപോലെ കുരുമുളകാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാവൊക്കെ കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യം വലിയ മാവ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പ്ലാവ് ഉണ്ട്, തെങ്ങുകൾ ഏകദേശം 40ഓളം തെങ്ങുകളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കുരുമുളകും സംഭവങ്ങളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പ്രിംഗ്ലറെല്ലാം ആക്കിയിട്ടുണ്ട്. പറമ്പ് മൊത്തത്തിൽ നനയ്ക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ പറമ്പെല്ലാം നീറ്റാണ് കേട്ടോ. ഇവിടെ കാടോ കാര്യങ്ങളോ എല്ലാം വൃത്തിക്ക് നോക്കണ പറമ്പാണ്. നല്ലൊരു കൃഷി സ്ഥലമാണ്. എന്ത് സാധനം നട്ട് കഴിഞ്ഞാണ്ടാവും. ഇനി നമുക്ക് അടുത്തത് കാണാൻ നമ്മൾ ഈ പറമ്പിനകത്ത് ഒരു 125ഓളം റബ്ബർ തൈകളുണ്ട് കേട്ടോ. 105 ഇനത്തിൽ പെട്ടിട്ടുള്ള 125ഓളം റബ്ബറുകളുണ്ട്. ഏകദേശം 15 വർഷം പ്രായമായിട്ടുള്ള റബ്ബറാണ് കേട്ടോ. ഇതാണ് ഈ കാണുന്നതാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള റബ്ബറുകൾ എന്ന് പറഞ്ഞാൽ. ഈ തെളിഞ്ഞ് കിടക്കുന്ന സ്ഥലം കണ്ടില്ല നിങ്ങൾ, ഇതാണ് നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ എന്താ പറയുക, നിങ്ങൾ ഈ ഒരു പ്ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇതൊരു ലെവലാക്കി കഴിഞ്ഞാൽ വീടുകളൊക്കെ വെച്ച് ഹൗസ് പ്ലോട്ടായിട്ട് മുറിഞ്ഞു പോകുന്ന സ്ഥലങ്ങളാണ്. അങ്ങോട്ടൊക്കെ കണ്ടില്ല നിങ്ങൾ, ഇഷ്ടം പോലെ വീടുകളുണ്ട്. നമ്മളെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡാണ് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് റോഡാകുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് സെയിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. നമുക്ക് റബ്ബർ മരങ്ങൾ ഇതാകുന്നത് ഇതേപോലത്തെ റബ്ബർ മരങ്ങൾ ഏകദേശം 125ഓളം റബ്ബർ മരങ്ങളുള്ള കേട്ടോ. 105 ഇനത്തിൽ പെട്ടിട്ടുള്ളതാണ്.
പിന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളോ ഉരുൾ പൊട്ടുന്ന സ്ഥലങ്ങളോ അങ്ങനത്തെ എന്താ പറയുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമുള്ള സ്ഥലങ്ങളല്ല. നല്ല അടിപൊളി കിടിലം പ്ലോട്ട് തന്നെയാണ്. പിന്നെ പ്ലാറ്റോറൊക്കെ ഫുള്ള് ക്ലിയർ ആയി കിടക്കുന്ന പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ ആട്ടോ. ടാപ്പിംഗ് ആക്കി നടക്കാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇനിയിപ്പോൾ വേണമെങ്കിൽ പ്ലോട്ട് ആക്കി കൊടുക്കാണ്ടെങ്കിൽ 5 സെന്റ് 10 സെന്റ് 20 സെന്റ് ഒക്കെ ആയിട്ട് പ്ലോട്ടുകളാക്കിയിട്ട് അങ്ങനെ മുറിച്ചൊക്കെ കൊടുക്കാൻ പറ്റും. നല്ല കിണ്ണം കാച്ച മുതൽ സ്ഥലം ഇവിടെയൊക്കെ ഒരുവിധം ലെവലായി കിടക്കണതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ അതിരുവഴി ഫുള്ള് മഹാഗണി പോലുള്ള വലിയ വലിയ മരങ്ങൾ ആയിട്ടുണ്ട് അല്ലേ? അതെ, അതിരുവഴി ഫുള്ള് മരങ്ങളാണ് കേട്ടോ. മഹാഗണി പോലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ആ കാണുന്നതാണ് വീട് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് അങ്ങോട്ട് അത്യാവശ്യം നല്ല നീളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ബോർവെൽ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ചെമ്പേരി ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ളത്. കണ്ണൂരിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു 48 കിലോമീറ്റർ, ഇരിട്ടിയിൽ നിന്ന് ഒരു 26 കിലോമീറ്റർ, തളിപ്പറമ്പ് 30 കിലോമീറ്റർ. പള്ളിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്, പിന്നെ മുസ്ലിം പള്ളി ഉണ്ട്, സ്കൂളുണ്ട്, അമ്പലമുണ്ട്. ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ. പിന്നെ ചെമ്പേരി ടൗണിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ട് അമ്പലം, പള്ളി, ചർച്ച് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും, സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാം നമുക്ക് ചെമ്പേരി ടൗണിലേക്ക് എത്തിയാലും ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് പിന്നെ കറണ്ടിൻ്റെ കണക്ഷൻ ഈ ഒരു ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബോർവെൽ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. ഇതിപ്പോൾ പറമ്പിലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബോർവെല്ലാണ് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല. പിന്നെ ഈ ഒരു ഫുള്ള് നമ്മളെ പറമ്പിൻ്റെ അതിരുവഴി ഒരുവിധം ഇതേപോലത്തെ മഹാഗണി പോലത്തെ മരങ്ങളുണ്ട്. അത്യാവശ്യം നല്ല വലിയ മരങ്ങൾ തന്നെ ആയിട്ടുണ്ട് അല്ലേ? അതിരുവഴി ഫുള്ള് ഇതേപോലെ മഹാഗണി പോലത്തെ മരങ്ങളെല്ലാം നട്ടിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് അങ്ങേ തല വരെ നമ്മളെ പ്ലോട്ട് വരുന്നുണ്ടോ. ഈ ഭാഗത്താണ് നമ്മൾ ആ നേരത്തെ പറഞ്ഞ ആ തൈമരങ്ങൾ റബ്ബർ വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ ആ തെങ്ങ് കാണുന്ന അങ്ങേ തലക്കെ തെങ്ങ് കാണുന്ന അതുവരെ നമ്മൾ പ്ലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ടുള്ള പ്രൈവറ്റ് റോഡാണ്, പിന്നെ ഈ ഒരു വീട്ടിലോട്ടുള്ള റോഡാണ്. ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ വിലക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൂടെ റോഡ് കിട്ടാൻ സാധ്യത ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട് കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ റോഡ് ഇങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് റോഡാകുകയും ചെയ്യും. അതെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ പറഞ്ഞാൽ കേട്ടോ. സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ് കേട്ടോ. ചെമ്പേരി ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ളൊരു പ്ലോട്ടാണ്. ചെമ്പേരി ഏരിയയിൽ നിങ്ങളൊരു വീടും സ്ഥലങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ്. ഓണറിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 2,30,00,000 രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്പർ 98 95 18 18 86 ആണ്. പിന്നെ നിങ്ങളുടെ അറിവിൽ ഈ ഒരു ഏരിയയിലെ സ്ഥലങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അല്ലേ? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.